Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, what is it? Okay, good afternoon. Good afternoon. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, നമ്മളത് കഴിഞ്ഞിരുന്നു. വായിച്ചു നോക്കിയോ നിങ്ങള്? അത്രയും എല്ലാം ആ ചാപ്റ്റർ ക്ലിയർ ആയോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ എന്ന് തുടങ്ങാം കേട്ടോ. മൊഡ്യൂൾ 2-നകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 1 ഫാർമസി ആണ് എടുക്കുന്നത് കേട്ടോ. ഫാർമസി ആണ് നമ്മള് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാല്ലേ നമുക്ക്? ആരും ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീനൊക്കെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ ഫാർമസി അല്ലെ, ഫാർമസിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ ഫാർമസി പഠിച്ചിട്ടുണ്ട് അല്ലെ, ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഫാർമസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഒന്നാണ് ഇത് ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഫാർമസിയുടെ ഫംഗ്ഷൻ എന്താണ്? ഈ പറയുന്ന പേഷ്യൻസില്, ഈ പേഷ്യൻസ് ആയിക്കോട്ടെ, ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, അത് കൂടാതെ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന അതെ മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. മെഡിസിൻസ് ഒക്കെ ഡിസ്പെൻസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റു എന്താ പറയാ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ഫാർമസിയാണ്. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ ഫാർമസിയെ പറ്റിയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ഫാർമസി എന്താണെന്നും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണെന്നും അല്ലെ. ഒരു ഫാർമസി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുത്തെ ഫാർമസിസ്റ്റുകളാണ് അല്ലെ. അപ്പൊ ഫാർമസിസ്റ്റുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടും, പിന്നെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങള്, ഫങ്ഷൻസുകള് എന്തൊക്കെയാണ്, ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സുകൾ അല്ലെ, എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങള്, പിന്നെ എന്താണ് നമ്മളൊരു എത്ര ഫാർമസിസ്റ്റുകളാണ് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മള് പല മരുന്നുകളും ചിലത് മാനുഫാക്ചർ ചെയ്യും, മറ്റു ചില മരുന്നുകൾ നമ്മള് സപ്ലൈസിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുക, പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ നമ്മള് മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പിന്നെ പല ടൈപ്പ് മരുന്നുകളുടെ സ്റ്റോറേജുകൾ, എല്ലാ മരുന്നുകളും ഒരേപോലെയല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സ്റ്റോറേജ് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത്. അത് തന്നെ കറക്റ്റ് ആണ്. കൂൾ ഡ്രൈ അല്ലെ, കോൾഡ് സ്റ്റോറേജ് ആയിട്ടുള്ള ഡ്രഗ്സുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഇത് എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷനിലോട്ട് കടക്കാം കേട്ടോ. ഫാർമസി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ് among several departments of a hospital. ഓക്കെ, നമുക്കറിയാവുന്നതാണ് അല്ലെ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി എന്നുള്ളതിന് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ which handles
procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഫാർമസിക്കകത്ത് നടക്കുന്നത് അല്ലെ. ഒരു ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ് അല്ലെ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് ആണ് കേട്ടോ, മരുന്നുകളുടെ സ്റ്റോറേജ്. അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് അല്ലെ. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ വിസ്തൃതം എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ്, ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിംഗ് എ ഡ്രഗ് അല്ലെ. നമ്മളൊരു ഡ്രഗ്, ഒരു മരുന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന പല പല കണ്ടന്റുകളെ നമ്മൾ പരസ്പരം മിക്സ് ചെയ്തും അതിലെ പല കമ്പോണന്റുകളുടെ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾട്ടർ ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ഇതിനെല്ലാം പരസ്പരം മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡ്രഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ്, ആൾട്ടറിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് എ ഡ്രഗ് അല്ലെ. അങ്ങനെ നമ്മൾ ഒരു ഡ്രഗിനെ പ്രിപ്പയർ ചെയ്തെടുക്കും അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഡിസ്പെൻസിങ് നിങ്ങൾക്കറിയാലോ, വിതരണം ചെയ്യണം അല്ലെ. പിന്നെ മാനുഫാക്ചറിങ് അല്ലെ. ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ടെസ്റ്റിംഗ്, നമ്മളിങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നതായാലും പർച്ചേസ് ചെയ്യുന്നതുമായിട്ടുള്ള മരുന്നുകൾ ഓൾറെഡി നമ്മൾ പേഷ്യൻസിന് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, കൃത്യമായിട്ട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും അല്ലെ. കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റിങ്ങും മറ്റും നടത്തണം അല്ലെ. അപ്പൊ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. പിന്നെന്താണ്? പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. അതിനുശേഷം മരുന്നുകൾ നമ്മൾ പാക്ക് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അപ്പൊ ഇതുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഫാർമസി വെറും ഒരു മരുന്ന് വിതരണം ചെയ്യുന്ന സ്ഥലം മാത്രമല്ല അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മരുന്നുകളുടെ സംഭരണം, അതിന്റെ നിർമ്മാണം, അതുപോലെ തന്നെ ഡിസ്പെൻസിങ്, ടെസ്റ്റിംഗ്, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ആൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. അത് മാത്രമല്ല, ഫാർമസി എന്ന് പറയുന്നത് നമുക്കറിയാം എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുമായിട്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം ധാരാളം ഫാർമസ്യൂട്ടിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ട് അല്ലെ. ഫാർമഡി, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫാം അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഫാർമസി കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫാർമസി എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസം അല്ലെ, എഡ്യൂക്കേഷൻ ആയിട്ടും അതുപോലെ തന്നെ റിസർച്ചുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം നമ്മൾ പുതിയ പുതിയ മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പുതിയത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ ഇന്ത്യയിലും നമ്മളൊരു പുതിയ വാക്സിനും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ ഇതൊക്കെ പലതരത്തിലുള്ള ഗവേഷണങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ മരുന്നുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാർമസി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും റിസർച്ചുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ എ ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് അല്ലെ. അപ്പൊ ഒരു ഫാർമസി റൺ ചെയ്യുന്നത് ആരാണ്? അതൊരു ഫാർമസിസ്റ്റ് ആണ് അല്ലെ. അതായത് വളരെ പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് എന്തിനെ മുന്നോട്ട് നയിക്കുന്നത്? ഫാർമസിനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ. ഫാർമസിയിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഫാർമസിസ്റ്റുകളാണ്. ഓക്കെ, പിന്നെ എന്താണ്? Hospital pharmacists are accountable for the ordering, quality testing, storing and security of drugs and medicines in hospitals. They must also make sure an adequate supply of medicine. അതുകൂടാണ്ട് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവർ പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ്? ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഓർഡർ ചെയ്യുക അല്ലെ. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ വരുന്ന പേഷ്യൻസിന്റെ നീഡ്സുകള്, റിക്വയർമെന്റ്സുകള് ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ട് മരുന്നുകൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുന്നതും അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ, ക്വാളിറ്റി ടെസ്റ്റുകൾ കാര്യങ്ങളും മറ്റും ചെയ്യുന്നതും
പിന്നെ എന്താണ് സ്റ്റോറിങ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് അല്ലെ, മരുന്നുകളൊക്കെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം, വളരെ സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അവിടുത്തെ ഫാർമസിസ്റ്റ് ആണ്. അതുകൂടാതെയോ മസ്റ്റ് ആൾസോ മേക്ക് ഷുവർ ആൻഡ് ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻസ് അല്ലെ, ആവശ്യത്തിന് മരുന്നുകളുടെ വിതരണവും ഉറപ്പാക്കുന്നത് ആരാണ്? ഫാർമസിസ്റ്റുകളാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താണ് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇവിടെ ഫാർമസി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫാർമസിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു ഫാർമസി മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? മരുന്നുകൾ ഓർഡർ ചെയ്യുക, അതുപോലെ ക്വാളിറ്റി ടെസ്റ്റിംഗ്, പിന്നെ സ്റ്റോറേജ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്ന് വിതരണം ഉറപ്പാക്കേണ്ടത് ഫാർമസിസ്റ്റുകളാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫങ്ഷൻസുകളാണ് ഫാർമസിയിൽ നടക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിക്കും. അപ്പൊ ഏകദേശം രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് കേട്ടോ, പോയിന്റുകളൊക്കെ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒരുപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കാം ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഫസ്റ്റ് പോയിന്റ് ഇതാണ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് പറയുന്നത്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് പ്രഡിക്ഷൻ ആണ് അല്ലെ, മുൻകൂട്ടി പ്രവചിക്കുക. നമ്മൾ ഫോർകാസ്റ്റിംഗ് ഓഫ് വെതർ എന്നൊക്കെ പറയില്ലേ, കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്ന പോലെ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യമായിട്ടുള്ള അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളുടെ അവിടെ വരുന്ന പേഷ്യന്റിന്റെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് നമ്മൾ മരുന്നുകളുടെ കാര്യങ്ങൾ ഡിമാൻഡ് അത് കൃത്യമായിട്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി നമ്മൾ കാണണം അല്ലെ. അതൊരു ഫാർമസി ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫാർമസിക്ക് അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണ്, അവിടെ വരുന്ന പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് അല്ലെ, അതിനനുസരിച്ച് ആ ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് വേണം നമ്മള് ആ മരുന്നുകളും മറ്റും നമ്മള് എന്ത് ചെയ്യാനായിട്ട് ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ഫോർകാസ്റ്റ് മുൻകൂട്ടി കാണാൻ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മരുന്നുകള് അത് അളവും കാര്യങ്ങളും ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണമെന്ന് എത്ര അളവില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിഡിക്ട് ചെയ്ത് വെക്കണം അല്ലെ. അതൊക്കെ ഫാർമസിയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്, പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് അല്ലെ. പ്രൊവിഷനിങ്, അതുപോലെ തന്നെ പർച്ചേസിങ് അല്ലെ, ആവശ്യത്തിന് മരുന്നുകൾ പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധനകള്, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എന്താണ് ഫാർമസിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, വരുന്നത് എന്താണ്? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈസ്. ദാറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് റിലയബിൾ സപ്ലൈസ് അല്ലെ, ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സപ്ലൈസിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് അല്ലെ. നമുക്കറിയാം എല്ലാ മരുന്നുകളും ചില മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും, മറ്റു ചില മരുന്നുകൾ നമ്മൾ സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യും അല്ലെ. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകൾ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള വിശ്വാസ്യതയുള്ള സപ്ലൈസിനെ തെരഞ്ഞെടുക്കേണ്ടതും ആരിൽ വരുന്നതാണ്? ഫാർമസിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതാണ് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ് കേട്ടോ. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്, അതായത് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തു വെക്കാം, മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെ മരുന്നുകളാണ് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ എസ്റ്റിമേറ്റ്, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, കൃത്യമായിട്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്? കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. അതോടൊപ്പം തന്നെ എന്താണ്? ഈ പറയുന്ന മരുന്നുകളുടെ ക്വാളിറ്റി അല്ല, അതിന്റെ കോസ്റ്റ്, പിന്നെ അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് ആ ഒരു മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നത്, എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്നുള്ളത്, അതുപോലെ ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ, ഓരോ മരുന്നുകൾക്കും അതിൻ്റെതായ ചില റിയാക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ഫാർമസിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. ഇനി എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ഓഫ്
പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങുന്നതും പിന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുമായിട്ട് നിർമ്മിക്കുന്നതുമായിട്ടുള്ള മരുന്നുകൾ അല്ലെ, അതിന്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി, കറക്റ്റ് ആയിട്ട് അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. പിന്നെന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വേൾഡ് അല്ലെ, കാടുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക. പിന്നെന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ടു ഔട്ട് പേഷ്യൻസ് അല്ലെ, അതുപോലെ ഒ പി പേഷ്യൻസ് അല്ലെ, ഔട്ട് പേഷ്യൻസിന്റെ അവർക്കായിട്ടുള്ള മരുന്നുകളുടെ വിതരണം. പിന്നെന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ, ദാറ്റ് മീൻസ് ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന മരുന്നുകളുടെ വിവരങ്ങളുടെ അല്ലെ, മരുന്നിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾക്ക് ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം അല്ലെ, ആ ഒരു ഫാർമസി നേരത്തെ പറഞ്ഞ പോയിന്റിലുണ്ട്, ഫാർമസിയുടെ എന്ന് പറയുമ്പോൾ അവിടെ മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ, ഇതിന്റെയൊക്കെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കണം അല്ലെ. ആ ഒരു രീതിയിൽ എന്താണ് മരുന്നുകളുടെ ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും തന്നെയാണ് ഫാർമസി. ഓക്കെ, പിന്നെന്താണ് സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് അല്ലെ, സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, മരുന്നുകളുടെ ഉപയോഗത്തിനെ പറ്റിയുള്ള ഒരു പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ടതും അവിടുത്തെ ഫാർമസിയാണ് അല്ലെ. പിന്നെന്താണ് bring in its practice recommendations of the pharmacy and therapeutic committee. ഇനി നമുക്കൊരു കമ്മിറ്റിയെ പറ്റി പഠിക്കാനുണ്ട്, നെക്സ്റ്റ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഫാർമസി ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ, ഫാർമസി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫാർമസിയുടെ പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യാനും അവർക്ക് വേണ്ട റെക്കമെൻഡേഷൻസ്, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ഫാർമസി കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയാം ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നത് പറയാം. അപ്പൊ ഈ കമ്മിറ്റിയുടെ ശുപാർശകള് അല്ലെ, കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അതെല്ലാം പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? ഫാർമസിയാണ് അല്ലെ. കമ്മിറ്റി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് കൊണ്ട് വേണം ഫാർമസി പ്രവർത്തിക്കാനായിട്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശകൾ, കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസുകളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്തമാക്കാനുള്ളത് ഫാർമസിക്കാണ്. ഓക്കെ, പിന്നെന്താണ് പേഷ്യന്റ് കൗൺസിലിംഗ് അല്ലെ, പേഷ്യൻസിന്റെ കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ട്, ഓരോ മരുന്നുകൾ, അത് കഴിക്കുന്ന മരുന്നുകൾ ഏതാണെന്നും അതിന്റെ ഉപയോഗത്തെ പറ്റിയിട്ട്, അതിന്റെ ബെനിഫിറ്റുകൾ, അതിന്റെ പൊട്ടൻഷ്യൽ റിസ്കുകൾ, അതിനെ പറ്റിയിട്ടൊക്കെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുക അല്ലെ, അവയർനെസ് കൊടുക്കുക. അതാണ് ഇവിടെ കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മരുന്നുകളെ പറ്റി, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയും അതിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയാ അവയർനെസ് ആർക്ക് കൊടുക്കുക? പേഷ്യന്റിന് കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ആർക്ക് വരുന്നുണ്ട്? ഫാർമസിക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ് കേട്ടോ. ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ബന്ധം. ഓക്കെ, അപ്പൊ കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ് കേട്ടോ. അതുപോലെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ നഴ്സസ്, പേഷ്യൻസ്, അവർക്കിടയിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ, അവർക്കിടയിൽ ഒരു ഫാർമസി എന്ന് പറയുന്ന എല്ലാവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓക്കെ, ഈ പറയുന്ന മെഡിക്കൽ നഴ്സിംഗ് പേഷ്യന്റിനും ഇടയിൽ ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക അല്ലെ, അവർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതും എന്താണ്? ഫാർമസി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു മാത്രം കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഫംഗ്ഷൻസ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസിയാണ് കേട്ടോ. ഇനി ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ എയിംസ് എന്തൊക്കെയാണ്? അപ്പൊ അതിന് പറയുന്ന പല പോയിന്റുകളും നമ്മൾ നേരത്തെ ഫംഗ്ഷൻസ് പറഞ്ഞില്ലേ, അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു മേക്ക് ഷുവർ ദാറ്റ് the availability of right medication at the right time in the right dose
at the minimum possible cost. അല്ലെ, ഒരു ഫാർമസി അവരുടെ ലക്ഷ്യം എന്താണ്? To make sure that availability of the right medication at the right time in the right dose at the minimum possible cost. എന്താണ് ചുമല 8ാമത്തെ 9ാമത്തെ പോയിന്റ് പറയണോ? മുന്നത്തെയാണോ പറഞ്ഞേ? 9 അല്ലെ? ഓക്കെ. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സിംഗ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സിംഗ് ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഈ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയില്ല, മരുന്നുകളുടെ ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കേണ്ടത് അവിടുത്തെ ഫാർമസിയാണ്. ഫാർമസിയുടെ തന്നെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അവരുടെ മരുന്നുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫാർമസിയല്ലേ. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ആക്ട് ആസ് എ സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് അല്ലെ, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ടതും ആര് തന്നെയാണ് പ്രവർത്തിക്കുന്നത്? എന്താണ്? അവിടുത്തെ ഫാർമസിയാണ്. മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല, മരുന്നുകളുടെ ഉപയോഗം, മരുന്നുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങള്, ഇതിന്റെയൊക്കെ ഒരു എന്താണ് ഇൻഫർമേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഫാർമസി അല്ലേ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊന്നും അങ്ങനെ ഒരു ഫോർമാറ്റ് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിലും അവിടെ ഒരു ഫങ്ഷൻസ് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു കേട്ടോ. മനസ്സിലായോ അജ്മലക്ക്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അത് കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, ടു മേക്ക് ഷുവർ ദാറ്റ് അവൈലബിലിറ്റി ഓഫ് ദ റൈറ്റ് ടു മെഡിക്കേഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് ഡോസ് അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. അതായത് പരമാവധി ഏറ്റവും കുറഞ്ഞ ചെലവില് അല്ലെ, മിനിമം പോസിബിൾ കോസ്റ്റ് ആണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ചെലവില് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ആളുകൾക്ക് അവൈലബിൾ ആക്കുക. അതാണ് ഫാർമസിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും മിനിമം കോസ്റ്റിൽ അല്ലെ എല്ലാ ആളുകൾക്കും എന്താവണം? ആക്സസബിൾ ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ, ഏറ്റവും മിനിമം കോസ്റ്റില് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ആർക്കെടുത്ത് കൊടുക്കുക? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ, അവർക്കത് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം അത് ആർക്കുണ്ട്? ഫാർമസിക്കുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഇതാണ് ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനത്തെ കുറെ കൂടെ എന്ത് ചെയ്യാം? പ്രൊഫഷണലൈസ് ചെയ്യുക അല്ലെ. എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങള് എവിടെ നടത്തുക? ഹോസ്പിറ്റലിൽ നടത്തുക അല്ലെ. അപ്പൊ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നടത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പ്രൊഫഷണാലിസം കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങള്, അത്തരം പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രൊഫഷണലൈസ് ചെയ്യുക. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. ആ രീതിയിൽ അവരുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ ദ പേഷ്യന്റ് on the use of drugs, possible after effects, toxicity, hostile effect, drug interactions, etc. അതാണ് നമ്മൾ നേരത്തെ ഫംഗ്ഷനിൽ പറഞ്ഞില്ലേ, ടു ആക്ട് ആസ് എ എന്താണ് കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ പേഷ്യന്റ് കൗൺസിലിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കും. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ഈ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടും പിന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ, തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മരുന്നുകളാണ്, അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകള്, ടോക്സിസിറ്റി, അതുപോലെ ഹോസ്റ്റൈൽ ഇഫക്റ്റ്. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപകടകരമായിട്ടുള്ളതെന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോസ്റ്റൈൽ ദാറ്റ് മീൻസ് ഡേഞ്ചറസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ മോശം പ്രതികൂലമായിട്ടുള്ള ചിലതിന്റെ എന്താ പറയുക കോൺസിക്വൻസസ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് അല്ലെ, മരുന്നുകളുടെ ചില പ്രതിപ്രവർത്തനങ്ങള്. എല്ലാവർക്കും എല്ലാ മരുന്നുകളും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് അലർജിക്കാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസ്. അപ്പൊ ഇവയെ പറ്റിയിട്ടൊക്കെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും പേഷ്യൻസിനും ഒക്കെ എന്ത് കൊടുക്കുക? അവയർനെസ് കൊടുക്കുക. ആ രീതിയിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതും എന്താണ്? ഫാർമസിയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ ദ പേഷ്യന്റ് ഓർ ദ യൂസ് ഓഫ് ഡ്രഗ്സ്,
പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്, ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും ടോക്സിക് എന്ന് പറയുമ്പോൾ പോയ്സണസ് എന്നുള്ള അർത്ഥം. ഇവിടെ എന്താ അർത്ഥം? ഓവർഡോസ് ആവുന്ന കേസുകളൊക്കെയാണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ ടോക്സിക് ആയിട്ടുള്ള ഇഫക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും ഒക്കെ പേഷ്യൻസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്താണ് അവയർനെസ്സും മറ്റുമൊക്കെ കൊടുക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കാം അല്ലെ. മരുന്നുകളെ എങ്ങനെ ഉപയോഗിക്കണം അല്ലെ. ഇപ്പൊ ഫാർമസി എന്ന് പറയുമ്പോൾ മരുന്നുകൾ കൊടുക്കൽ മാത്രമല്ല, അല്ലെ, നമുക്ക് പല നിർദ്ദേശങ്ങളും തരും. ഓരോ മരുന്നുകൾ എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, എപ്പോ കഴിക്കണം, എങ്ങനെ ഇത് കഴിക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യം, അങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കേണ്ടതും അത് തന്നെയാണ് ഫാർമസിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഫാർമസി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പുതിയ ഒരുപാട് റിസർച്ചുകളിലൂടെയും മറ്റുമൊക്കെയാണ് നമ്മൾ പല പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട്. ചില പഴയ മരുന്നുകൾ ചിലപ്പോൾ പിന്നീട് റിസർച്ചിലൂടെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ് ചിലത് മോശപ്പെട്ട അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ ബാൻ ചെയ്യാറുണ്ട് അല്ലെ, വേണ്ടാന്ന് വെക്കാറുണ്ട്. അപ്പൊ റിസർച്ചിന്റെ ഒക്കെ ഭാഗമാകുക, റിസർച്ച് പ്രോജക്റ്റുകളുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് പുതിയ പുതിയ മരുന്നുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്താണ് അതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങള് അതിലൊക്കെ ഇൻവോൾവ് ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഓക്കെ അപ്പൊ ഇവിടെ ഇതാണ് കേട്ടോ, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ഓക്കെ, then വരുന്നത് to bring into practice the decisions of the pharmacy and therapeutic committee. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു എന്താണ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കമ്മിറ്റിയാണ് ഫാർമസിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഈ കമ്മിറ്റിയുടെ ശുപാർശകള് അല്ലെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്തം അത് ആർക്കാണുള്ളത്? ഫാർമസിക്കാണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക അല്ലെ. കാര്യം നമ്മൾ ഫാർമസി എന്ന് പറയുമ്പോൾ ഒരു ഫാർമസി, ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മറ്റും വിതരണം ചെയ്യുന്നത് ഈ ഒരു ഫാർമസിയിൽ നിന്നാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫാർമസി എന്ന് പറയുമ്പോൾ അതിന് മറ്റുള്ള ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കൃത്യമായിട്ടുള്ള പോളിസികൾ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് ഫാർമസി പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഡിസൈൻ ചെയ്യാം. അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം, ഫുൾഫില്ല് ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സുകളും ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ബ്ലഡ് ബാങ്ക് ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ ലബോറട്ടറി ഫോളോ ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, റേഡിയോളജി വിഭാഗം കൊടുക്കണമെങ്കിൽ അവർക്കുണ്ട് അവരുടേതായ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പൊ മൊത്തത്തിൽ എന്താണ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്ന ഈ ഒരു ഹോസ്പിറ്റലിന്റെ പോളിസികൾക്ക് അനുസരിച്ചുകൊണ്ട് എന്താണ് ഫാർമസിയുടെ പോളിസികൾ ഡിസൈൻ ചെയ്യാം, അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാം, നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതൊക്കെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞത് സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവില് ശരിയായ മരുന്നുകൾ ശരിയായ ഡോസില് ശരിയായ സമയത്ത് എന്ത് ചെയ്യുക, ആളുകൾക്ക് ലഭ്യമാക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ കുറെ കൂടെ പ്രൊഫഷണലൈസ് ചെയ്യുക. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ പോസിബിൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകള്, അതിന്റെ ടോക്സിസിറ്റി, ഡ്രഗ് ഇന്ററാക്ഷൻസ് ഇവയെ പറ്റിയൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുക. കൗൺസിലിംഗ്, അവർക്ക് വേണ്ട അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക.
പിന്നെന്താണ് ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ അല്ലെ, മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുക, റിസർച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമാവുക, പിന്നെ ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകളെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. പിന്നെന്താണ് ഹോസ്പിറ്റലില് ഉള്ള, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പോളിസികൾ അവരുടെ പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിട്ട് ഫാർമസിക്ക് കൃത്യമായിട്ടുള്ള ഫാർമസി പോളിസികൾ ഡിസൈൻ ചെയ്യാം, അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? പോയിന്റ്സുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് കേട്ടോ. അപ്പൊ നമ്മള് ഫാർമസി എന്താണെന്നും അതിന്റെ ഫങ്ഷൻസ് നമ്മൾ കണ്ടു, ഒബ്ജക്റ്റീവ്സുകളും കണ്ടു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് മീൻസ് നമ്മളൊരു ഫാർമസി അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസി, ആ ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. അതിന്റെ ബേസിക് എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സൗകര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസും മറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അവിടെ ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങള് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുന്നത് അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ഫാർമസിയുടെ സ്ഥാനം. ഓക്കെ, കിട്ടില്ലോ? അടുത്ത പോയിന്റ് എന്താണ്? OP pharmacy should have a grand appearance and must have enough space the patients who should wait for the medicines. OP pharmacy അല്ലെ, നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഇൻപേഷ്യൻസിനായിട്ടുള്ള ഫാർമസി ഉണ്ടായിരിക്കും. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് വാർഡുകളിലേക്കുള്ള ഫാർമസി ഉണ്ടായിരിക്കും. അതുകൂടാണ്ട് ഔട്ട് പേഷ്യൻസിനായിട്ട് പ്രത്യേകം ഫാർമസികൾ ഉണ്ടായിരിക്കും. അതായത് ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസിന് കൊടുക്കാനുള്ള അങ്ങനെ ഉണ്ടായിരിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഫാർമസി ഉണ്ടല്ലോ, ആ ഫാർമസി എപ്പോഴും എന്തായിരിക്കണം? വളരെ അത് that should have a grand appearance and must have enough space that the patient who should wait for medicines കേട്ടോ. അപ്പൊ OP ഫാർമസി എന്ന് പറയുന്ന ധാരാളം എന്താണ് ഔട്ട് പേഷ്യൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഫാർമസി എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കണം. അപ്പിയറൻസ് മീൻസ് അത്യാവശ്യം നല്ല ഇന്ന സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. കാര്യം മെഡിസിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇരിക്കാനും മറ്റുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? There should be educative posters on health and hygiene and literature for the reading. അതുകൂടാണ്ട് നമുക്കറിയാം കൂടുതൽ ആളുകൾ മരുന്നുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് OP ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഏരിയ, ആ ഒരു എന്താണ് ഏരിയയില് എന്താണ് കൂടുതൽ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകൾ, ഹെൽത്ത് ആൻഡ് ഹൈജീനെ സംബന്ധിക്കുന്ന എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ലിറ്ററേച്ചർ ഫോർ റീഡിംഗ്, ഇപ്പൊ ആളുകൾക്ക് അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ ആ ഒരു സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കട്ടെ എന്ന് കരുതി അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വായിക്കാനുള്ള പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവിടെ അവൈലബിൾ ആക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ OP ഫാർമസിയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല, അവിടെയൊക്കെ ചെറിയ ചെറിയ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് അല്ലെ. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാത്രമല്ല മറ്റു പല രോഗങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക് അവയർനെസ് തരുന്ന പല എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റാറുണ്ട് അല്ലെ. അതുപോലെ നമുക്ക് എന്തെങ്കിലും വായിക്കാനുള്ള പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരു OP ഫാർമസിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? സ്യൂട്ടബിൾ സ്പേസ് മസ്റ്റ് ബി ഗിവൺ for the regular manufacturing of a stock solution, powders, ointments, etc. The manufacturing room should be near the pharmacy. അതോടൊപ്പം ചില ഫാർമസിയിൽ മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ മരുന്നും പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ല, ചിലതൊക്കെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും അല്ലെ, നിർമ്മിക്കുന്നുണ്ടാവും. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മള് സ്റ്റോക്ക് സൊല്യൂഷനും മറ്റും
മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് മെഡിസിൻസ് ആണ് കേട്ടോ. നമ്മൾ മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വെക്കുന്ന നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡയല്യൂട്ട് ചെയ്തൊക്കെ മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അത് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് ശരിക്കും. ഈ മെഡിസിൻസും അതിന്റെ കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഓക്കെ, അതിൽ നിന്നും നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പല മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്തതും ആളുകൾക്ക് വിതരണം ചെയ്തതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത്തരത്തില് സ്റ്റോക്ക് സൊല്യൂഷൻ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ പൗഡേഴ്സ്, ഓയിൽമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള പ്രത്യേക സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് മാനുഫാക്ചറിംഗ് റൂം ഷുഡ് ബി നിയർ ദ ഫാർമസി. ഇപ്പോഴും മാനുഫാക്ചറിംഗ് റൂം എന്ന് പറയുന്നത് ഫാർമസിയോട് ചേർന്നായിരിക്കും. അത് ദൂരെ കൊണ്ടുപോയല്ല വെക്കേണ്ടത്. മാനുഫാക്ചറിംഗ് റൂം എപ്പോഴും എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി നിയർ ദ ഫാർമസി, ഫാർമസിയോട് ചേർന്നായിരിക്കണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഓഫീസ് ഓഫ് ദ ചീഫ് അല്ലെ. ചീഫിന് ഇരിക്കാനുള്ള ചീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ചീഫ് എന്ന് പറയുമ്പോൾ ചീഫ് ഫാർമസിസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവർക്കായിട്ടുള്ള ഓഫീസ് സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ അല്ലെ. അപ്പൊ മരുന്നുകൾ പാക്ക് ചെയ്യാനും ലേബല് ചെയ്യാനുമുള്ള ഏരിയകൾ ഉണ്ടായിരിക്കണം. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അല്ലെ. കോൾഡ് സ്റ്റോറേജ് ഏരിയ ചില മരുന്നുകള്, ഹോർമോണുകള്, വാക്സിനുകള് അല്ലെങ്കിൽ സെറം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ, ഇൻസുലിൻ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് നമുക്ക് കോൾഡ് സ്റ്റോറേജ് ആയിട്ട് വേണം അത് വെക്കാനായിട്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ റിസർച്ച് വിങ് അല്ലെ. നമുക്കറിയാം റിസർച്ച്, അതായത് ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള റിസർച്ച് വിങ് അല്ലെ, റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫാർമസി സ്റ്റോർ റൂം അല്ലെ. ഫാർമസിയിലെ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാന്, സ്റ്റോർ ചെയ്യാനുള്ള റൂം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ലൈബ്രറി അല്ലെ. നമുക്ക് ഫാർമസി സംബന്ധമായിട്ടുള്ള വിവരങ്ങള്, മരുന്നുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ എന്തായിരിക്കും ഒക്കെ രേഖപ്പെടുത്താനും അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള ലൈബ്രറി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഫാർമസിക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെന്താണ് 10ാമത്തെ പോയിന്റ് എന്ന് ശ്രദ്ധിക്കാം, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ കേട്ടോ. റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലെ. ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ, നമ്മള് പല എന്താണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന റേഡിയോ ഐസോട്ടോപ്സുകൾ, റേഡിയേഷൻ അല്ലെ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റേഡിയോ ഐസോട്ടോപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്, ആ മരുന്ന് എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാല്, എൻ അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ ഇലമെന്റ്. എന്താണ് എൻ അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ ഇലമെന്റ് ദാറ്റ് റിലീസസ് റേഡിയേഷൻ സിൻസ് ഇറ്റ് ബ്രേക്സ് ഡൗൺ ആൻഡ് ബിക്കംസ് more stable. അപ്പൊ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബേസിക്കലി എന്താണ്, ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ കെമിക്കൽ എലമെന്റ് ആണ്. ഒട്ടും സ്ഥിരതയില്ലാത്ത, ഒരു സ്റ്റേബിൾ അല്ലാത്ത, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇലമെന്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇത് റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് റേഡിയേഷൻസിനെ പുറത്തു വിട്ടുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, സ്റ്റേബിൾ ആവുന്നത്. ഓക്കെ, അതിങ്ങനെ ബ്രേക്ക് ആവുന്നതോട് കൂടിയിട്ട് ബ്രേക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കും, റേഡിയേഷൻസ് അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ റേഡിയേഷൻസ് പുറത്തു വരുന്നതോടുകൂടി അത് ബ്രേക്ക് ആയിട്ടാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള എന്തായി മാറുന്നത്, ഇലമെന്റ്സ് ആയിട്ട് മാറുന്നത്. റേഡിയോ ഐസോട്ടോപ്പ് ബേസിക്കലി ഇറ്റ് ഇസ് ആൻ അൺസ്റ്റേബിൾ ഇലമെന്റ് ആണ്. ദാറ്റ് എന്താണ്, റിലീസസ് ദ റേഡിയേഷൻ സിൻസ് ഇറ്റ് ബ്രേക്ക് ഡൗൺ. അത് ബ്രേക്ക് ആയതുകൊണ്ട് റേഡിയേഷൻസിനെ പുറത്തു വിടുന്നു. അങ്ങനെ റേഡിയേഷൻസിനെ പുറത്തു വിടുന്നതോട് കൂടിയിട്ടാണ് അത് കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇലമെന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അറിയാലോ, അതാണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൻ മെഡിസിൻ ഇമേജിംഗ് കൊടുക്കില്ല അല്ലെ.
അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ റേഡിയോ ആക്റ്റീവ് ഇൻ മെഡിസിൻ ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു മെഡിസിൻ ഫീൽഡില് നമ്മൾ ഈ റേഡിയോ ഐസോട്ടോപ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചപ്പോൾ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത് കൂടാതെ നമ്മൾ പല അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് all radioactive isotopes should be stored in a secure or when they are not in use. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സുകൾ അല്ലെ, അത് എപ്പോഴും നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. Okay, if they are stored in laboratory, the lab must be locked when they are not in use. നമ്മളിപ്പോ ഒരു ലാബിലാണ് നമ്മൾ ഇത്തരം മരുന്നുകൾ സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും അത് ലോക്ക് ചെയ്ത് വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. പിന്നെന്താ പറയുന്നത്, if the isotope is stored in refrigerators or freezers in a lab or hardware, the refrigerator or freezer must be locked. ഇനി ഇപ്പൊ നമ്മളൊരു റെഫ്രിജറേറ്ററിലാണ് ഇത്തരം മരുന്നുകൾ സൂക്ഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ്, റേഡിയോ ഐസോട്ടോപ്സ് ആണ്, അറിയാലോ, അത് അൺസ്റ്റേബിൾ ആണ്, അത് റേഡിയേഷൻസിന് പുറത്തു വിടുന്നതാണ്, റേഡിയേഷന് പുറത്തു വിട്ടുകൊണ്ടാണ് അത് കുറെ കൂടി സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. അത്തരം മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മളതിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ കാര്യങ്ങള്? ഇനി നമുക്ക് അറിയാനുള്ളത് എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ ഫാർമസിയുടെ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ കൂടിയും പുറത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കാം, ഒന്നാമത്തെ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ കേസ് അല്ലെ. പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനായിട്ട് ഒരു ട്രേ പോലെ അവിടെ ഉണ്ടായി അല്ലെ, അവിടെയല്ലേ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസ് അവർ വാങ്ങിച്ചു കഴിഞ്ഞ ഒരു ട്രെയിലാണ് അവർ വെക്കുക അല്ലെ, ഓരോരുത്തരുടെ. ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ്, ദാറ്റ് മീൻസ് പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ഒരു ബോക്സ് അല്ലെ, അതുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഫാർമസിയില്, അതായത് മരുന്നുകൾ വെക്കാനുള്ള കബേർഡുകളും അതുപോലെ ഷെൽഫുകളും ഡ്രോയറുകളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് സ്പേസ് കേട്ടോ. സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ സിറിഞ്ചുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഡ്രോയർ ഉണ്ട് അല്ലെ, ആ ഡ്രോയർ വലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സുകൾ ഉണ്ട് അല്ലെ, 5 കോയിൻസുകൾ അല്ലെ, 1 രൂപ കോയിനുകൾ, 2 രൂപ കോയിനുകൾ, നോട്ടുകളൊക്കെ വെക്കുന്നത് കണ്ടിട്ടില്ലേ, സെപ്പറേറ്റ് ആയിട്ടല്ല എടുത്തു കൊടുക്കാൻ എടുക്കുന്നത്. എന്നതുപോലെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സിന്റെ കബേർഡ് സ്പേസ് ഫാർമസിയിലും അങ്ങനെയുള്ള സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ ദ റെഗുലർ ഡിസ്പെൻസിങ് അല്ലെ. ഫാർമസിയിൽ നിന്നും മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്നതിനായിട്ടുള്ള വർക്ക് ടേബിൾസ്, കൗണ്ടേഴ്സുകൾ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് അല്ലെ, സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. ഒരു ഫാർമസിയിൽ ഇപ്പൊ മരുന്നുകളും മറ്റുമൊക്കെ എടുക്കുമ്പോഴും ധാരാളം അതുമായിട്ട് ബന്ധപ്പെട്ട യൂട്ടൻസിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ കഴുകാനും മറ്റുമായിട്ട് സിങ്ക് അല്ലെ, ഡ്രെയിൻ ബോർഡ് സൗകര്യങ്ങളൊക്കെ ഒരു ഫാർമസിക്ക് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് കേട്ടോ. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടിക്കാൻ ചതയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ നമ്മുടെ വീടുകളിലെ ഉള്ളിയൊക്കെ ചതയ്ക്കാറില്ലേ, ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുപോലത്തെ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് മരുന്നുകളൊക്കെ നമുക്ക് മിക്സ് ചെയ്യാനും അത് പൊടിക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾക്കായിട്ടുള്ള മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്
വെക്കാനുള്ള ക്യാബിനറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താണ് കവേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ കേട്ടോ. ഈ പറയുന്ന ഫാർമസിയിലെ ഗ്ലാസ് യൂട്ടൻസിൽസ് അല്ലെ, ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബുകള് അല്ലെങ്കിൽ ബീക്കറുകള്, ഫണലുകള് അല്ലെ, അതുപോലെ ഫ്ലാസ്കുകള്, ബീക്കറുകള് ഇതൊക്കെ വെക്കുന്നതിനുള്ള കവേർഡ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ് റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, നമുക്കറിയാം അല്ലെ, കോൾഡ് സ്റ്റോറേജ് ട്രക്സുകൾ ഉണ്ടായിരിക്കും. അത്തരം മരുന്നുകളെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള റെഫ്രിജറേറ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ് നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയിങ്സ് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ടാവും അല്ലെ, അതായത് ഈ അനസ്തേഷ്യക്ക് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെരിറ്റഡിൻ അല്ലെങ്കിൽ അങ്ങനെ ബാർബിക്യൂറേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള നാർക്കോട്ടിക് മരുന്നുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ ഈ അനസ്തേഷ്യക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാർക്കോട്ടിക് മരുന്നുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അങ്ങനെയൊക്കെയുള്ളത്. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയറുകളിലാണ് സൂക്ഷിക്കുന്നത്. കാരണം അത്തരം മരുന്നുകളൊക്കെ വളരെ സെക്യൂർ ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. വളരെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം നാർക്കോട്ടിക് സേഫ്സ്, ദാറ്റ് മീൻസ് നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഡ്രോയറുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ, ഫയൽ ക്യാബിനറ്റ് അറിയാലോ, അതായത് ടെലിഫോൺ സൗകര്യങ്ങളും ഫയലുകളും വെക്കുന്നതിനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ ദ നഴ്സസ് എന്നാണ് കേട്ടോ. ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്, അതായത് ഔട്ട് പേഷ്യൻസിന്, അതായത് പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യാനുള്ള പ്രത്യേക കൗണ്ടറുകളും, നഴ്സസ് എന്ന് പറയുമ്പോൾ കൂടുതലും വാർഡുകളിലുള്ള പേഷ്യൻസിന്, പേഷ്യൻസ് ഉണ്ടാവില്ല, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് അവർക്ക് മരുന്നുകൾ കൊടുക്കാനുള്ള സെപ്പറേറ്റ് എന്താ പറയാ കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു ഫാർമസിയിൽ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫാർമസി എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകള്, ഒബ്ജക്റ്റീവ്സുകള്, ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, റേഡിയോ ഐസോട്ടോപ്പ്, അതുപോലെ ഓർത്ത് വെക്കണം കേട്ടോ, ഒരു ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്, ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് അല്ലെ, റേഡിയോ ഐസോട്ടോപ്പ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, പിന്നെ ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഐസോട്ടോപ്പ് ഒന്നുകൂടി പറയാമോ? ഐസോട്ടോപ്പ് ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ ക്ലാസ്സിലെ? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കൽ എലിമെന്റ് ആണ് കേട്ടോ, സ്ഥിരമല്ലാത്ത, അതായത് ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കെമിക്കൽ എലിമെന്റ്സ് ആണ് കേട്ടോ ഐസോട്ടോപ്പ്. അതിങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ട് അതിങ്ങനെ ബ്രേക്ക് ആയിട്ട് റേഡിയേഷൻസിനെ പുറത്തുവിടും. റേഡിയോ ഐസോട്ടോപ്പ് എന്നല്ല, പേരിൽ തന്നെ കിടപ്പുണ്ട്, റേഡിയേഷൻസിനെ പുറത്ത് വിടുന്ന കെമിക്കൽ എലിമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. റേഡിയേഷൻസിനെ പുറത്ത് വിട്ടുകൊണ്ടാണ് അത് കുറെ സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയുള്ള നമ്മള് ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചിരുന്നല്ലോ, അതിനകത്ത് പറഞ്ഞില്ലേ ഇത്തരം റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ ഏജിംഗ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ തൈറോയിഡ് അല്ലെ, തൈറോയിഡിന്റെ ഹൈപ്പർ തൈറോയിഡ്സ് അങ്ങനെയുള്ള ചികിത്സയ്ക്കും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കും. ഓക്കെ, അത്തരം മരുന്നുകൾ വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. സ്റ്റാഫിംഗ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, there should be drug and, അതായത് ഒരു ഫാർമസി സംബന്ധമായിട്ടുള്ള സ്റ്റാഫിംഗ് എങ്ങനെയാണ്, ഓക്കെ, അതാണ് നമ്മൾ ഇനി കാണുന്നത് കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നോക്കാം, there should be drug and therapeutic committee for the advice and decision making. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഫംഗ്ഷൻ പറഞ്ഞപ്പോഴും ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്തം ഫാർമസിക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ഫാർമസിക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ നമ്മൾ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ്, DTC എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ ഒരു ഹോസ്പിറ്റലില് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ ഒരു കമ്മിറ്റിയാണ് ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസസുകള്, റെക്കമെൻഡേഷൻസ്, ഗൈഡ് ലൈൻസുകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി നോക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്ത് പറയുന്നത്. ഫാർമസിസ്റ്റ് റിക്വയർമെന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡെന്റിസ്റ്റ്.
എന്താണ് പറയുന്നത്? അതായത് the requirement of pharmacist in a hospital that depends upon the bed strength. അല്ലെ, നമ്മളൊരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം അതിന് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്? ബെഡ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. The requirements of pharmacist that is depends upon the bed strength. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കുന്നത്? ബെഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ടാബുലർ ഫോളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ബെഡ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്നുണ്ട് നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ബെഡ് സ്ട്രെങ്ത്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്. അപ്പൊ നോക്കാം, അപ് ടു 50 ബെഡ്സ്, 50 വരെയുള്ള, അതായത് 50 വരെ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലാണ് എത്ര ഫാർമസിസ്റ്റ് വേണം? 3 ആണ് കേട്ടോ. 3 ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ അപ് ടു 100 ബെഡ്സ് കേട്ടോ, 100 ബെഡ്സ് വരെ, അതായത് ഒരു 100 ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഇവിടെ 5 ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ അപ് ടു 200 ബെഡ്സ്, 200 ബെഡ് സ്ട്രെങ്ത് വരെയാണെങ്കിൽ 8 ആണ് കേട്ടോ, 8 ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ട്. അപ് ടു 300 ബെഡ്സ് കേട്ടോ, 300 വരെയുള്ള ബെഡ് സ്ട്രെങ്ത് ആണെങ്കിൽ 10 ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ, 500 വരെ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എത്ര ഫാർമസിസ്റ്റുകളാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്? 15 ആണ് കേട്ടോ, 15. ഓക്കെ, അപ്പൊ ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാം. അതായത് ബെഡ് സ്ട്രെങ്ത് തന്നിട്ട് എത്ര ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എത്ര ബെഡ് സ്ട്രെങ്തിനാണ് ആവശ്യമായിട്ടുള്ളത്. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ 50 ബെഡ് സ്ട്രെങ്ത് വരെയാണെങ്കിൽ 3 ഫാർമസിസ്റ്റുകൾ. ഓക്കെ, 100 ആണെങ്കിലോ 5. ഓക്കെ, 200 ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ് ആണ് required. Then 300 up to 300 ബെഡ്സ് ആണെങ്കിൽ 10 ഫാർമസിസ്റ്റ്. up to 500 ബെഡ്സ് ആണെങ്കിൽ 15 ഫാർമസിസ്റ്റ് ആണ് required. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്? ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ പറയുന്നത്. നമ്പർ ഓഫ് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് കേട്ടോ. ബെഡ് സ്ട്രെങ്തിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഫാർമസിസ്റ്റുകളുടെ എണ്ണം അവിടെ ഓക്കെ. അപ്പൊ കൂടുതൽ ബെഡ് സ്ട്രെങ്ത് ഉണ്ടാവുമ്പോൾ കൂടുതൽ എന്താണ്? ബെഡ് ഒക്യുപ്പൻസി കൂടുതലായിരിക്കും, പേഷ്യൻസ് അവിടെ കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്താണ് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അതിനനുസരിച്ച് ഡിസ്പെൻസൈസ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് ധാരാളം ഫാർമസിസ്റ്റുകൾ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും അല്ലെ. പേഷ്യന്റിന്റെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ അവിടെ നിശ്ചയിക്കുന്നത് കേട്ടോ. കാര്യം ഇനി നിങ്ങൾക്കത് മനസ്സിലാവും. ഫ്ലോ ചാർട്ട് ഒക്കെ പഠിക്കുമ്പോൾ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും ഡിസ്പെൻസിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് ഫാർമസിസ്റ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഒരുപാട് ബെഡ് സ്ട്രെങ്ത് ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കും. അവിടെ അതിനനുസരിച്ചിട്ടുള്ള വർക്കിങ്ങും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഫാർമസിസ്റ്റ് കൂടുതൽ ഉണ്ടാവും. അതിനനുസരിച്ച് ഫാർമസിസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ഓക്കെ, അതാണ് അതിന്റെ കാര്യം കേട്ടോ. അപ്പൊ നോക്കാം, ഫ്ലോ ചാർട്ട് ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. അത് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുന്നത്. നമ്മള് ഫാർമസി എന്താണെന്ന് പഠിച്ചു, ഫാർമസിസ്റ്റ് ആരാണെന്നും ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഏറ്റവും ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. റേഡിയോ ഐസോടോപ്പ് എന്താണ്, ഓക്കെ. പിന്നെ ഒരു ഫാർമസിയുടെ എന്താണ് ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത്. ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബെഡ് സ്ട്രെങ്ത്? ഒരു ഹോസ്പിറ്റലിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ബെഡിന്റെ എണ്ണമാണ് ബെഡ് സ്ട്രെങ്ത്. ഓക്കെ, മനസ്സിലായോ? ബെഡ് സ്ട്രെങ്ത് ഒരു ഹോസ്പിറ്റലില് എത്രത്തോളം ബെഡുകൾ അവൈലബിൾ ആണ് അല്ലെ, അല്ലേ ഉദ്ദേശിക്കുന്ന ബെഡ് സ്ട്രെങ്ത്. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.
ബെഡ് സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.